ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച് കൂൺ മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 100-200 ഗ്രാം ബട്ടർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ കൂണിൽ പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ് ഇടയ്ക്കൊക്കെ കഴിക്കാൻ. ഇനിയിപ്പോൾ ഇതിൽ തേങ്ങ നമ്മൾ ഇതിനാവശ്യമുണ്ട്, അപ്പോൾ അത് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒരു പാനിലിട്ട് വറുത്തെടുക്കുക. തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ഒരു മണം കുത്തൊക്കെ വരും. പിന്നെ മുളക് പൊടി 1 സ്പൂൺ ചേർക്കുക. അതുപോലെ 1 സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. ഇതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കേണ്ടതാണ്. ഇനി ഇതും കൂടെ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. അതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2-3 സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. ഞാൻ 1 സവാളയാണ് ചേർക്കുന്നത്. ഇതും നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനൊരു 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയൊരു പുളിയൊക്കെ ഈ കറിക്കുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. രണ്ടും കൂടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഞാനിതിൽ ആദ്യം കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മഷ്റൂം കൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് ടൈപ്പ് കൂണ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതെല്ലാം മസാല നന്നായി പിടിക്കത്തക്ക വണ്ണം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. ഇതിലെ വെള്ളം കൊണ്ട് തന്നെ കൂണിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. വെള്ളമൊന്നും വേറെ ചേർക്കണ്ട. പിന്നെ കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതിനൊരു 3 മിനിറ്റ് ഒരു ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവ് ഈ മസാലയിലാണ് ഉള്ളത്. തേങ്ങയുടെ കൂടെയാണ് നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം ഒന്നുകൂടെ ഒരു ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലാണ് എരിവൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ.
അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രേവി കൂടി വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് മല്ലിയില കൂടി വിതറി നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.